രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ തിരുവനന്തപുരം വിഭാഗത്തിൻ്റെ സാമാജിക സംരക്ഷത ചുമതലയുള്ള ശ്രീ രാജശേഖരൻജി, വിഭാഗ് സംഘചാലക രാഷ്ട്രീയ സ്വയംസേവക സംഘം ശ്രീ ഗിരീഷ് ജി, ശബരിമല അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഗീതാകുമാരി, എൻ്റെ സഹപ്രവർത്തക കൗൺസിലർമാരായിട്ടുള്ള സുകന്യ, ദീപ, ഹരി, മറ്റ് പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നി. ശബരിമല അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഘടകങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു, ഇല്ലെങ്കിൽ സജീവ പ്രവർത്തനമുണ്ടെന്ന് കേട്ടപ്പോഴേക്കും വളരെയധികം സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നത് നമ്മളൊരു പരിശ്രമം കൂടി നടത്തിയാൽ പ്രപഞ്ചം തന്നെ ലോകത്ത് പല സ്ഥലങ്ങളിൽ ഈ അയ്യപ്പ സേവാ സമാജ സംഘത്തിൻ്റെ പ്രവർത്തനം, സമാജത്തിൻ്റെ പ്രവർത്തനത്തിന് കാലം തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശബരിമലയുടെ പവിത്രതയെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ആരാണോ ശ്രമിച്ചത്, ആ സമയത്ത് തന്നെയാണ് ശബരിമല എന്താണെന്നും അയ്യപ്പൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള അയ്യപ്പൻ്റെ ശക്തിയും സത്യവും ഒക്കെ തന്നെ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യും. ഒരു ചെറിയ വിഭാഗമാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുവാൻ ശ്രമിച്ചത് എങ്കിലും കോടാനുകോടി ജനങ്ങൾ, ഒരു പക്ഷേ ഹൈന്ദവ വിശ്വാസികളും അല്ലാത്തവരുമായ കോടിക്കണക്കിന് ജനങ്ങൾ ഭാരതത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച്, അയ്യപ്പനെക്കുറിച്ച് ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമായി മാറി. ജനകോടികളൊക്കെ തന്നെ അത് ജീവിതപ്രദമായി സ്വീകരിച്ചു. ആരാണോ അവിടെ അശുദ്ധി വരുത്താൻ ശ്രമിച്ചത് അവർക്കൊക്കെ തന്നെ അവരുടെ തകർച്ചയ്ക്ക് വേഗം കൂട്ടുന്ന നടപടിയായിട്ട് അത് മാറി. ഇപ്പോൾ പറഞ്ഞു, ശബരിമലയിലെ ശുചിത്വത്തിനും അതോടൊപ്പം തന്നെ തീർത്ഥാടന കാലഘട്ടത്തിൽ അന്നദാനം നൽകുന്നതിനും ആണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതിലൂടെ വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സഹായമില്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണമില്ലാതെ, ഗവൺമെന്റിന്റെ നിയന്ത്രണമൊന്നുമില്ലാതെ തന്നെ ഒരു ഇന്റേണൽ ബോണ്ടിങ്ങിലൂടെ, അയ്യപ്പ ശക്തിയിലൂടെ പരസ്പരം അറിഞ്ഞും അറിയിച്ചും മെല്ലെ വളരെ നിശബ്ദമായിട്ട് ഒരു ശക്തി നമ്മുടെ നാട്ടിൽ രൂപം കൊള്ളുകയാണ്. അത് ഗ്രാമങ്ങളിലായിക്കോട്ടെ, നഗരങ്ങളിലായിക്കോട്ടെ, പട്ടണങ്ങളിലായിക്കോട്ടെ, രാജ്യാതിർത്തി കടന്നായിക്കോട്ടെ, അങ്ങനെ ഒരു ശക്തി, അയ്യപ്പൻ്റെ ഒരു ശക്തി ലോകത്താകമാനം വളർന്നു വരുന്നതാണ് ഞാൻ ഇതിലൂടെ നോക്കിക്കാണുന്നത്. വളരെ നിശബ്ദമായിട്ട് ഒരു ശക്തി വളർന്നു വരികയാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഭാരതം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളം രാജ്യത്തിന് സംഭാവന ചെയ്തിയ ബാലഗോകുലവും ബാലഗോകുലത്തിൻ്റെ ശോഭായാത്രകളും ഒക്കെ തന്നെ ഒരു തരംഗമായിട്ട് മാറുന്നു. അങ്ങനെ പല തരത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ അലയടിക്കുമ്പോഴേയും നമ്മുടെ രാഷ്ട്രം കരുത്തറ്റായിട്ട് മാറുന്നു. ഞാനിവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിശബ്ദമായി പ്രവർത്തിക്കുന്ന ചലനങ്ങൾ, ഇത്തരത്തിലുള്ള ശക്തമായ മുന്നേറ്റങ്ങൾ, ഇതൊക്കെ തന്നെയാണ് കേരളത്തിലും ഭാരതത്തിലും ഒരുപാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിനും പ്രധാനപ്പെട്ട കാരണം. ഒരുപക്ഷെ അത് പ്രതീക്ഷിച്ചായിരിക്കില്ല ഇത് ചെയ്യുന്നത്, അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിച്ചിട്ടായിരിക്കില്ല, രാഷ്ട്രീയ മാറ്റം ആഗ്രഹിച്ചിട്ടായിരിക്കില്ല പല സംഘടനകളും ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴേക്കും ഉത്തമ ബോധവാന്മാരാണ്. ഒരു സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് രാഷ്ട്രീയ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അധികാരത്തിന്റെ ഏകത്തിന് രൂപപ്പെടുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാവർക്കും ഇത് കാത്തുസൂക്ഷിക്കേണ്ട പാരമ്പര്യമുണ്ട് എന്ന് പറയുന്നു. അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ശബരിമലയിൽ ഇപ്പോൾ രാജേഷ് ഇപ്പോൾ പറയുകയായിരുന്നു, മറ്റന്നാൾ ഞങ്ങളൊക്കെ പ്രതിയായിട്ടുള്ള ഒരു കേസ് മറ്റന്നാൾ പത്തനംതിട്ട വെച്ചിരുന്നു. ഞാൻ ജാമ്യം എടുക്കാൻ വേണ്ടി എന്നെയും വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകാനെന്നാണ് കേസ് മാറ്റി വെച്ചിരുന്നത്. ഏകദേശം ഒരു 10-20-25 കേസുകളിൽ 1, 2, 3 പ്രതികളാണ് ഞാൻ. അതിൽ ഒരു പ്രതി, ഒന്നിന് മാത്രം സുരേന്ദ്രൻ 14-ാം പ്രതി, ഞാൻ 15-ാം പ്രതിയുമാണ്. ഞാൻ വളരെ ഇപ്പോൾ ഓർക്കുകയാണ്, ഒരു ദിവസം രാത്രി നമ്മുടെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെയൊക്കെ ശബരിമലയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് വ്രതമെടുത്ത് പോലീസ് ഞങ്ങളുടെ വാഹനമൊക്കെ തട്ടിക്കുടഞ്ഞെടുത്ത് ഞാൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനമൊക്കെ എടുത്ത് നിന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പമ്പയിലൂടെ പോകാൻ നിർവാഹമില്ലാതെ വന്നു. തലേദിവസം രാത്രി 11:50 ഞങ്ങളൊരു സ്ഥലത്തുനിന്ന് യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം 4 മണി ആയപ്പോഴേക്കും അവിടെ സന്നിധാനത്തിന് കുറച്ച് താഴെ എത്തി.
ഞങ്ങൾ താഴെ എത്തിയപ്പോഴാണ് പോലീസും ഫോറസ്റ്റും ഒക്കെ അറിയുന്നത് ഞങ്ങളവിടെ എത്തിയെന്ന് അറിയുന്നത്. പിന്നീട് ഞങ്ങളവിടെ എത്തിയ സമയത്ത് തന്നെ മാധ്യമപ്പടയും അയ്യപ്പന്മാരും ഒക്കെ തന്നെ ഞങ്ങളെ വലം ചെയ്തതുകൊണ്ട് പോലീസിന് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. കൃത്യമായിട്ട് ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള പാട്ട് കേട്ടപ്പോഴേക്കും ഞങ്ങൾ സന്നിധാനത്തിൻ്റെ മുമ്പിലെത്തുകയും അന്ന് യുവതികളെ പ്രവേശിപ്പിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യപ്പന്മാരെ കൂടെ അപ്പോൾ ലീഡർഷിപ്പ് അവിടെ എത്തിയപ്പോഴേക്കും അയ്യപ്പന്മാർക്കൊക്കെ കോൺഫിഡൻസ് ആയി. ഞങ്ങൾ അതിനുശേഷം അവിടെ തന്നെ തുടരുകയും അതിനെ തുടർന്നാണ് അവിടെ കുറച്ച് പ്രശ്നങ്ങളും അറസ്റ്റും ഒക്കെ ഉണ്ടായതൊക്കെ തന്നെ. ആ സമയത്ത് യുവതികൾ പ്രവേശിക്കാൻ വേണ്ടിയുള്ള ചിത്രയാട്ടത്തിനായിരുന്നു, എല്ലാവർക്കും അറിയാം, ചിത്രയാട്ടത്തിന് യുവതികൾ പ്രവേശിക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ തലേദിവസം അവിടെ എത്തിയത്. അപ്പോൾ അങ്ങനെ നിരവധി പോരാട്ടങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതിലൊക്കെ തന്നെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ശരിക്കും അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം തീർച്ചയായിട്ടും